ഹലോ ഗായ്സ്, നമ്മളിന്ന് മഴയത്ത് വാൽപ്പാറ പോവാണ്. പോയിട്ട് വരാം. പിന്നെ നല്ല മഴയുള്ള ദിവസമാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാം, പാലയിലൊക്കെ നല്ല മഴ പെയ്യുമ്പോഴാണ് പോകുന്നത്. ഇവിടുന്ന് നേരെ അങ്കമാലി ചെന്നിട്ട് മലക്കപ്പാറ ടു വാൽപ്പാറ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഹിമാലയൻ്റെ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ പോവാണ്. നല്ല കോട പ്രദേശമാണ് നമ്മൾ പോകുന്നത്. ബാക്കി നമുക്ക് നോക്കാം. എത്തിയിരിക്കുകയാണ്. നമ്മളിവിടുന്ന് മൂവാറ്റുപുഴ അങ്കമാലി റൂട്ടാണ് എടുക്കുന്നത്. നല്ല ഒരു ക്ലൈമറ്റ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ചാലക്കുടിയിൽ നിന്ന് വാൽപ്പാറ റൂട്ട് കയറിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. അത്യാവശ്യം മഴ തോടുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല കോട പ്രതീക്ഷിക്കാം. നമ്മൾ പോകുന്ന റൂട്ട് തന്നെയാണ് അതിരപ്പള്ളി. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് കാണുന്നൊരു വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത് കഴിഞ്ഞ് അകത്തേക്ക് കയറിയാൽ നമുക്കറിയാം നല്ല കാടിനകത്തൂടുള്ള വഴിയാണ്. നമുക്ക് പോയാൽ മാത്രം അത് കറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഞാനിത് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് എന്തേരം മനസ്സിലാവുമെന്ന് പറയാൻ പറ്റില്ല. ആ കാടിൻ്റെ ആ ഒരു സൗണ്ടും മഴയുടെ സൗണ്ടും ആ നേച്ചറും ഭയങ്കര ഫീലാണത്. നമ്മൾ പോയാൽ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. ഇത് ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ പച്ചപ്പിനകത്തൂടെ പോകുന്നൊരു ഫീലുണ്ടല്ലോ, നമുക്ക് എന്തേരം പറഞ്ഞാലും മനസ്സിലാവുകയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ വണ്ടി നമ്പരും പേരും പറഞ്ഞ് ഇവരിവിടുന്നൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പും കൊണ്ട് വേണം നമുക്ക് കയറാൻ. അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ വനമാണ്. നമുക്ക് പിന്നെ ഈ വനത്തിലൂടെ ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. നല്ല വഴിയാണ്, പക്ഷെ അതുപോലെ റിസ്ക്കും ഉണ്ട്. നമ്മൾ ഓരോ വളവും തിരിയുമ്പോഴും നമ്മൾ അടുത്ത വളയിൽ ആനയുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയെ മാത്രമേ ഇതിലേക്കൂടെ പോകാൻ പറ്റത്തുള്ളൂ. ഫുൾ ടൈം ആന ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ രാവിലെ കയറിയിരിക്കുന്നതുകൊണ്ട് തന്നെ എങ്ങനെയാണെന്നറിയില്ല. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, വഴിയിൽ കൂടെ മൊത്തം ആനപ്പിണ്ടമാണ്. നമുക്കിപ്പം ഞങ്ങൾ ആദ്യമേ തമാശയ്ക്ക് പറഞ്ഞു, ഇത് കാണാത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് ഫോറസ്റ്റുകാർ പേടിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നിട്ടേക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ശരിക്കും ആനയെ കണ്ടു. നമ്മൾ ആനയെ കണ്ടു, പക്ഷെ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. തിരിച്ചിടുന്ന വഴിയായിരുന്നുണ്ട്, നല്ല മഴയായിരുന്നു. ഞങ്ങൾ ഫോണെല്ലാം ബാഗ് വെച്ച് പറന്ന് വന്നപ്പോഴേ 2 എണ്ണത്തിനെ കണ്ട് സ്പോട്ട് ചെയ്തു, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് നിർത്തിയാണ്. നോക്കിയാൽ നല്ല പക്ക വ്യൂ ആണ്. ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. സൂപ്പർ വ്യൂ ആണ്. നമ്മളവിടുന്ന് കയറുന്ന വഴിയൊക്കെ സൂപ്പറാണെങ്കിലും കുറേ ഇങ്ങ് വന്ന് കഴിയുമ്പോഴത്തേനും വഴി മൊത്തം മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുള്ളൂ. അധികം താമസിക്കാതെയൊക്കെ അത് ഓക്കെ ആകും. പിന്നെയാണെങ്കിലും നമ്മുടെ മലക്കപ്പാറ മുകളിലെ ചെക്ക് പോസ്റ്റ് എത്തുന്നതിനൊരു 8-10 കിലോമീറ്ററും വഴി മൊത്തം പോയി കിടക്കുകയാണ്. വഴി മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അധികം താമസിക്കാതെ തന്നെ എല്ലാം ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വഴി പോയി കിടക്കുന്ന ഒരു രക്ഷയില്ല, ഭയങ്കര കുഴിയാണ്. ഗൈസ്, നമ്മളിങ്ങനെ മുകളിലേക്ക് എത്തിക്കാൻ നല്ല മഞ്ഞാണ്. ഇവിടേക്ക് എത്തുമ്പോൾ അത്തിക്കൂട്ട് മഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഞ്ഞാണ്. അപ്പുറത്തൂടെയൊക്കെ വണ്ടി പാർക്കിട്ട് വന്നാൽ മാത്രമേ വണ്ടി കാണത്തുള്ളൂ, അതുപോലെ മഞ്ഞാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചക്കരയൊക്കെ വെച്ചൊരു നൈസൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ പിന്നെ എങ്ങനെ വീഡിയോ എടുക്കാതെ പോകുന്നല്ലേ. ഞാനൊരു പൂവിൻ മുട്ടല്ലേ എന്നെ പറിച്ചെടുക്കരുതേ, വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ.
ഗൈസ് അങ്ങനെ നമ്മൾ മലക്കപ്പാറ മുകളിലെ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആ താഴെ നിന്നെടുത്ത സ്ലിപ്പ് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം. തിരിച്ച് 4 മണിക്ക് മുമ്പ് ഈ റൂട്ട് തിരിച്ചാണെങ്കിൽ 4 മണിക്ക് മുമ്പ് തന്നെ നമുക്ക് തിരിച്ച് പോരേണ്ടതുണ്ട്. അപ്പോൾ അത് അവരെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തരും. പിന്നെ പിന്നെ കിടക്കുന്ന വഴി തമിഴ്നാട് ബോർഡറിലേക്കുള്ള വഴിയാണ്. കാണാൻ പറ്റുമെന്ന് തോന്നില്ല, അതുകൂട്ടും മഞ്ഞാണ്. നോക്കാം. നിങ്ങൾക്കിപ്പം കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അതെത്തുന്നുള്ളൂ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതാണ് നമ്മളെ കേരളത്തിലെ വഴി. ഈ ബോർഡർ കഴിഞ്ഞാൽ പിന്നെ കാണുന്നതാണ് തമിഴ്നാട്ടിലെ വഴി. കണ്ടാൽ തന്നെ മനസ്സിലാവും 2 വഴിയും നമ്മൾ വ്യത്യാസം. ഇനി അങ്ങോട്ടുള്ള നല്ല സ്മൂത്ത് വഴിയാണ്. ആ വഴി കയറി കഴിയുമ്പോൾ കുറച്ച് വരുമ്പോൾ തന്നെയാണ് കാണാൻ പറ്റുന്ന ഡാമാണ് ഷോളയാർ ഡാം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ വഴിയിൽ കൂടെ വരുമ്പോൾ തന്നെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോവും. അതുമാതിരി ഒരു ഫീലാണ് അതിന്. നമ്മളെന്നിട്ട് ജസ്റ്റ് മുകളിൽ ചെന്ന് ജസ്റ്റ് ഡാമിലേക്കൊക്കെ ചെറിയ എൻട്രിയാണ്. നമ്മൾ ജസ്റ്റ് അതിലെ കൂടെ ഇങ്ങനെ കയറി കേട്ട് ഇറങ്ങി നമ്മൾ പിന്നെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വാൽപ്പാറയ്ക്ക് 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മളൊരു സ്വപ്നം കാണുന്ന പോലെ ഫീലാണ്. ഈ റൂട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും പോകണമെന്ന് ആഗ്രഹിച്ചൊരു വഴിയല്ല. വാൽപ്പാറ ഇതുവരെയായിട്ടും എനിക്കൊരു പോയി കാണണം എന്നുള്ളൊരു ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സ്ഥലമല്ല. പക്ഷേ റൂട്ട് ഒരു ഒറ്റ ദിവസത്തെ പ്ലാനിൽ പോയതാണ്. പക്ഷെ പോയപ്പം എനിക്ക് ആ പോയതിൻ്റെ ഫീല് മനസ്സിലായി. അത് പറയാൻ എനിക്ക് അറിയത്തില്ല, അതുപോലെ ഫീലാണ്. നമ്മൾ എന്നിട്ട് വാൽപ്പാറ ടൗണിൽ വന്നിട്ട് നമ്മൾ അവിടുന്ന് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, നല്ലമുടി വ്യൂ പോയിൻ്റ്. വാൽപ്പാറയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോവുകയാണ്. അവിടെ പോയിട്ട് നേരെ നമ്മൾ ഇറങ്ങി നേരെ തിരിച്ചു വിടുകയാണ്. തിരിച്ച് നമ്മൾ വന്ന റൂട്ട് തന്നെയാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 4 മണിക്ക് മുമ്പ് തന്നെ കയറണം. അപ്പോൾ പറഞ്ഞേക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വന്യജീവികളെ ഇറങ്ങി നമുക്ക് യാത്ര തടസ്സപ്പെടും. അതുകൊണ്ടാണ് അവർ 4 മണി എന്ന് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം, സമയം 1:10 സമയം. ക്ലൈമറ്റ് കണ്ടോ, ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. അതുകൂട്ട് മഞ്ഞെന്ന് പറഞ്ഞാൽ അതുകൂട്ട് മഞ്ഞാണ്.